ഭാരതം 80% സനാതന ധർമ്മത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഈ ഒരു രാജ്യത്ത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ പ്രധാന സവിശേഷതയായി നിലനിന്നിരുന്ന അല്ലെങ്കിൽ അതിന്റെ നട്ടെല്ല് എന്നെല്ലാം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗുരുകുലങ്ങൾ ഇന്ന് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രധാനമായിട്ടും ഹിന്ദു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്ന വലിയ മതങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പോലുള്ള എബ്രഹാമിക് മതങ്ങളാണ്. ഇതിൻ്റെ എല്ലാം സവിശേഷത എന്താണ്? അവർക്കെല്ലാം തന്നെ അവരുടെ മതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇസ്ലാം എടുത്താൽ അവർ മദ്രസകളിലൂടെ മതവിദ്യാഭ്യാസം നടത്തിപ്പോരുന്നു. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ സൺഡേ സ്കൂളുകളിലൂടെ അവരുടെ പുതിയ തലമുറ മതത്തെക്കുറിച്ച് ചെറുപ്പകാലത്ത് തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു മതം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മതവിദ്യാഭ്യാസം നടത്തുവാനായിട്ട് കൃത്യമായ ഒരു സംവിധാനം ഈ ഭാരതത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്. ഇത്തരത്തിൽ ഹിന്ദു മതത്തിന്റെ അറിവുകൾ പകർന്നു നൽകിയിരുന്ന കേന്ദ്രങ്ങളായിരുന്നു ഗുരുകുലങ്ങൾ. ഇവയെല്ലാം തന്നെ ഇന്ന് ഭാരതത്തിൽ എങ്ങനെയാണ് ഇത്രത്തോളം കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഇവയെല്ലാം തന്നെ എങ്ങനെയാണ് ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടത്? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചന്ദ്രശേഖർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുരുകുലം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം തന്നെ വരുന്നത് ഗുരുവിന്റെ ഭവനം എന്നുള്ളതാണ്. ഗുരു എന്നാൽ വിദ്യ അഭ്യസിച്ചു തരുന്ന ആചാര്യനാണ്. കുൽ എന്നാൽ എന്താണ്? അദ്ദേഹത്തിന്റെ വസിക്കുന്ന ഭവനമാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ താമസിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന പ്രാചീനമായിട്ട് ഉള്ളൊരു രീതിയായിരുന്നു സനാതനധർമ്മത്തിൽ ഗുരുകുല സമ്പ്രദായം എന്നുള്ളത്. ഇനി എന്താണ് ഈ ഗുരുകുലത്തിൽ പഠിപ്പിച്ചിരുന്നത്? ഗുരുകുല സമ്പ്രദായത്തിൽ പ്രധാനമായിട്ടും സനാതനധർമ്മത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥങ്ങളായിട്ടുള്ള വേദങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെയുള്ള 4 വേദങ്ങൾ. ഇതുകൂടാതെ അഗ്നിവിദ്യ അല്ലെങ്കിൽ ലോഹ സംസ്കരണ ശാസ്ത്രം, ഇതിനെ നമുക്ക് മെറ്റലർജി എന്ന് വിശേഷിപ്പിക്കാം. വായുവിദ്യ, വായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അർത്ഥശാസ്ത്രം, യോഗവിദ്യ, അതുപോലെ തന്നെ ആയുർവേദം, സംസ്കൃത ഭാഷ, ജലവിദ്യ, ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അന്തരീക്ഷ വിദ്യകൾ അല്ലെങ്കിൽ സ്പേസ് സയൻസ്, പൃഥ്വി വിദ്യ അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സോളാർ സ്റ്റഡി അല്ലെങ്കിൽ സൂര്യവിദ്യ, ചന്ദ്രവിദ്യ, ലോകവിദ്യ എന്നിങ്ങനെയുള്ള ലൂണാർ സ്റ്റഡി, മേഘവിദ്യ, കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, രംഗവിദ്യ, കളറുകൾ, ഡൈ മുതലായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, യാൻ വിദ്യ അഥവാ മെക്കാനിക്സ്, വാഹൻ വിദ്യ അല്ലെങ്കിൽ വിവിധ തരം വാഹനങ്ങളെക്കുറിച്ച്, അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതെങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, വാസ്തുകാർ വിദ്യ അല്ലെങ്കിൽ ആർക്കിടെക്ചർ. ഇത്തരത്തിൽ മനുഷ്യരാശിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും 18 വിഷയങ്ങളാക്കിയിട്ട് അതിന് കീഴിലാക്കിയിട്ട് ഗുരുകുല സമ്പ്രദായങ്ങളിൽ പഠിപ്പിച്ചു പോന്നിരുന്നു. ഇന്ന് നിലനിൽക്കുന്ന ഭാരതത്തിലടക്കം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വെസ്റ്റേൺ വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠന സമ്പ്രദായമായിരുന്നു ഈ ഗുരുകുലം എന്നത്. ഇന്ന് നിലനിൽക്കുന്ന വെസ്റ്റേൺ വിദ്യാഭ്യാസ രീതികൾ എടുത്താൽ മുൻകൂട്ടി ചിട്ടപ്പെടുത്തിയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സബ്ജക്ട്സ് എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ പഠിക്കുന്നു. എന്നിട്ട് ഇവയെ മനഃപ്പാഠമാക്കിക്കൊണ്ട് ഉത്തര കടലാസുകളിൽ പരീക്ഷകളിൽ നമ്മൾ ഉത്തരങ്ങൾ എഴുതുകയാണ്. എന്നിട്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാർക്കുകൾ നൽകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിൽ ഒട്ടും തന്നെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. ഗുരുകുല സമ്പ്രദായത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നിലനിന്നിരുന്നത്. ഓരോ വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടാണ് വിദ്യാർത്ഥികൾ പഠിച്ചു പോന്നിരുന്നത്. ഒരിക്കലും പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമല്ല, ഗുരുവിൽ നിന്ന് നേരിട്ട് ശ്രവിച്ചിട്ടാണ് അല്ലെങ്കിൽ നേരിട്ട് കേട്ടാണ് അറിവുകൾ അനുഭവജ്ഞാനത്തിലൂടെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം വിദ്യാഭ്യാസം അഭ്യസിക്കാനായിട്ട് ഗുരുകുലങ്ങൾ നിലനിന്നിരുന്നു. പ്രാചീന ഭാരതത്തിൽ ആൺകുട്ടികൾക്കുള്ള ഗുരുകുലങ്ങളിൽ ഋഷിവര്യന്മാരാണ് അവരെ വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത്. പെൺകുട്ടികൾക്കാകട്ടെ ഋഷിക അല്ലെങ്കിൽ ബ്രഹ്മവാദിനി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉയർന്ന അറിവുകളുള്ള സ്ത്രീകളാണ് വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത്. ഇതിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പഠിക്കുവാനായിട്ടുള്ള ഒരു സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലനിന്നിരുന്ന ഒരു വിദ്യാഭ്യാസ രീതി അല്ല എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയുടെ അഭിരുചി മനസ്സിലാക്കിയിട്ട് ഗുരു അവന് വേണ്ടുന്ന അറിവുകളാണ് കൂടുതലായിട്ട് പകർന്നു നൽകിയിരുന്നത്. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല വേറൊരു വിദ്യാർത്ഥി പഠിക്കുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ജ്യോതിഷത്തിലാണ് അഭിരുചിയെങ്കിൽ അതിലായിരിക്കും ആഴത്തിലുള്ള അറിവുകൾ അവൻ പഠിക്കുക. മറ്റൊരു വിദ്യാർത്ഥി ആയോധന കലകളിൽ അഭിരുചിയുള്ളവനാണെങ്കിൽ അവനെ നല്ലൊരു യോദ്ധാവാൻ വേണ്ടുന്ന അറിവുകളായിരിക്കും ഗുരു പകർന്നു നൽകുക. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഏത് ഉയർന്ന കുലത്തിൽ നിന്ന്, ഏത് ഉയർന്നവനായാലും ഏത് ദരിദ്രന്റെ മകനായാലും ആര് തന്നെയായാലും എല്ലാവരും ഒരുപോലെ ഗുരുകുലങ്ങളിൽ വിദ്യ അഭ്യസിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിൽ വിദ്യ അഭ്യസിക്കുന്നത് തികച്ചും സൗജന്യവുമായിരുന്നു. ഗുരുവിന് സേവ ചെയ്യുക എന്നത് മാത്രമായിരുന്നു വിദ്യാർത്ഥികൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ആ ഒരു ആശ്രമത്തിന് അല്ലെങ്കിൽ ആ ഒരു ഭവനത്തിന് ഗുരുവിന് വേണ്ടുന്ന കാര്യങ്ങളിൽ സഹായിക്കുക, വെള്ളം കോരുക, വിറക് ശേഖരിക്കുക, ആശ്രമം വൃത്തിയായി സൂക്ഷിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ചെയ്തു പോന്നിരുന്നത്. ഇത്തരത്തിൽ വളരെ മനോഹരമായ ആഴത്തിൽ വേരിറങ്ങിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഗുരുകുലം എന്നത്.
നമ്മുടെ പുരാണങ്ങളെല്ലാം എടുത്താൽ തന്നെ അതിലെല്ലാം തന്നെ ഗുരുകുല സമ്പ്രദായങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രാമായണം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എല്ലാവരും തന്നെ മഹാഋഷി വസിഷ്ഠന്റെ ആശ്രമത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിലാണ് വിദ്യ അഭ്യസിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണനാവട്ടെ മഹാഋഷി സന്ദീപനിയുടെ ആശ്രമത്തിൽ നിന്നാണ് വിദ്യ അഭ്യസിച്ചത്. ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് തന്റെ സുഹൃത്തായിട്ടുള്ള സുദാമാവിനെ, കുചേലനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. മഹാഭാരതം എടുത്താലും നമുക്ക് കാണാനാവും പാണ്ഡവരും കൗരവരും ഗുരു ദ്രോണാചാര്യരുടെ ആശ്രമത്തിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ കീഴിലാണ് വിദ്യ അഭ്യസിക്കുന്നത്. ഇത്രയും മഹത്തായിട്ടുള്ള, ഇത്രയും പ്രാചീനമായിട്ടുള്ള ഈ ഗുരുകുല സമ്പ്രദായ വിദ്യാഭ്യാസ രീതി അതിന്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. 15,000 BCE കാലഘട്ടം മുതൽ ഭാരതത്തിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ രീതിയാണ് ഈ ഗുരുകുല സമ്പ്രദായം. 1850 കാലഘട്ടം വരെ ഭാരതത്തിൽ ഏകദേശം 7,32,000 ഗുരുകുലങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അന്ന് ഭാരതത്തിൽ 7,50,000 ഗ്രാമങ്ങളാണ് നിലനിന്നിരുന്നത്. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ഗ്രാമത്തിന് ഒരു ഗുരുകുലമെങ്കിലും അക്സസിബിൾ ആയിട്ട് അവിടുത്തെ ആളുകൾക്ക് വിദ്യ അഭ്യസിക്കാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ന് ഭാരതത്തിൽ ഏകദേശം 4,500 ഗുരുകുലങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിൽ പലതിൻ്റെയും അവസ്ഥ പരിതാപകരവുമാണ്. ഇത്രയും മഹത്തായ ഒരു വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ് ഇത്ര ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് അധപ്പതിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. ഈ മഹത്തായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നാശം സംഭവിച്ചു തുടങ്ങുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷമാണ്. 3137 BCE കാലഘട്ടത്തിൽ നടന്ന മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം, 18 ദിവസം നീണ്ടു നിന്ന ഈ മഹായുദ്ധത്തിൽ ഏകദേശം 1,660,000,000 20,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2,40,4165 ആളുകൾ ഇഞ്ചേർഡായിട്ട്, പരിക്കുകൾ പറ്റിയിട്ടും ഓടി രക്ഷപ്പെട്ടിട്ടുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ അതിൽ യുധിഷ്ഠിരൻ പരാമർശിക്കുന്ന ഒരു കണക്കാണിത്. ഇത്ര വലിയൊരു യുദ്ധമുണ്ടാക്കിയ ശൂന്യത ഗുരുകുല സമ്പ്രദായത്തെയും ബാധിച്ചു എന്നുള്ളതാണ് വസ്തുത. കുറച്ചു കാലത്തേക്കെങ്കിലും അതിന്റെ പ്രൗഢിക്ക് വലിയ രീതിയിലുള്ള കോട്ടം സംഭവിച്ചു. ഈ ശൂന്യത പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങളിൽ സംശയങ്ങളും വിള്ളലുകളും വരുത്തി. ഇതുമൂലം പിന്നീട് ഇവയെല്ലാം തന്നെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. അതിൽ പല തെറ്റായ രീതിയിലുള്ള അനുമാനങ്ങൾ നിലവിൽ വന്നു, പല അനാചാരങ്ങളും നിലവിൽ വന്നു. ഇതുമൂലം പിന്നീട് സനാതന ധർമ്മത്തിൽ നിന്ന് തന്നെ മറ്റു ശാഖകളായിട്ടുള്ള മതപ്രമാണങ്ങൾ രൂപം കൊണ്ടു. ബുദ്ധിസം, ജൈനിസം, അജീവിക സിദ്ധാന്തം തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കാലക്രമേണ രൂപം കൊണ്ടവയാണ്. പിന്നീട് ഭാരതം നേരിട്ട ഇസ്ലാമിക അധിനിവേശം ഗുരുകുല സമ്പ്രദായത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 712 AD കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഫലപ്രദമായിട്ടൊരു മുസ്ലിം അധിനിവേശം ഭാരതത്തിലേക്ക് സംഭവിക്കുന്നത്. മുഹമ്മദ് ബിൻ ഖസീം എന്നൊരു ഇസ്ലാമിക ഭരണാധികാരിയാണ് ആദ്യമായിട്ട് സിന്ധ് പ്രവിശ്യയിലുള്ള ദാഹിർ രാജാവിനെ പരാജയപ്പെടുത്തി ഭാരതത്തിലേക്ക് ഒരു അധിനിവേശം നടത്തുന്നത്. ഇതിന് പിന്നാലെ മെഹമ്മൂദ് ഗസ്നിയാണ് രണ്ടാമത് ഭാരതത്തെ ആക്രമിച്ചത്. പിന്നീട് അങ്ങോട്ട് ഡൽഹി സുൽത്താൻമാര് മുതൽ മുഗളന്മാര് വരെ വലിയ രീതിയിലുള്ള ഒരു അധിനിവേശം ഭാരതത്തിലേക്ക് സംഭവിക്കുകയുണ്ടായി. ഇവരിൽ പലരും തന്നെ ഭാരതത്തിൽ നിലയുറപ്പിച്ചു, തങ്ങളുടേതായിട്ടുള്ള സാമ്രാജ്യം ഭാരതത്തിൽ സ്ഥാപിച്ചു. ഈ അധിനിവേശങ്ങൾ വഴി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഭാരതത്തിലെ സംസ്കാരത്തിന് സംഭവിക്കുകയുണ്ടായി. ഇവിടെ നിലനിന്നിരുന്ന വസ്ത്രരീതികൾ, വസ്ത്രധാരണ രീതികൾ, ഭക്ഷണ രീതികൾ, ആചാരങ്ങൾ, ഇവയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ഈ മാറ്റങ്ങൾ വലിയ രീതിയിൽ ഇവിടെ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായത്തെയും ബാധിച്ചു. ഈ ഒരു അധിനിവേശ കാലഘട്ടത്തിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന വലിയ സർവകലാശാലകൾ മുതൽ ചെറിയ ഗുരുകുലങ്ങൾ വരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയായിരുന്നു നളന്ദ. 4-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജവംശത്തിലെ കുമാരഗുപ്ത രാജാവാണ് നളന്ദ സർവകലാശാല സ്ഥാപിക്കുന്നത്. ഹിന്ദുമതം കൂടാതെ ജൈന ബുദ്ധ മതത്തിൽപ്പെട്ടിരുന്ന ആളുകളും ഈ സർവകലാശാലയിൽ വിദ്യ അഭ്യസിച്ചിരുന്നു. ഏഷ്യയിൽ തന്നെ നിലനിന്നിരുന്ന സർവകലാശാലകളിൽ ഏറ്റവും വലിയതായിരുന്നു ആ കാലഘട്ടത്തിൽ നളന്ദ എന്ന് പറയുന്നത്. 3 കെട്ടിടങ്ങളിലായിട്ട് ഏകദേശം 90 ലക്ഷത്തോളം പുസ്തകങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികൾ അവിടെ താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്നു. എന്നാൽ നളന്ദയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന്റെ കവാടത്തിൽ തന്നെ നിൽക്കുന്ന ആളുകൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അവയ്ക്കെല്ലാം തന്നെ ശരിയായ ഉത്തരം പറയുന്നവർക്ക് മാത്രമേ അതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുമായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് നളന്ദയിൽ വിദ്യ അഭ്യസിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. 1190 കാലഘട്ടത്തിൽ തുർക്കിഷ് അഫ്ഗാൻ സൈന്യാധിപനായിരുന്ന ബക്തിയാർ ഖിൽജി നളന്ദ ആക്രമിക്കുകയുണ്ടായി. ശേഷം ആ സർവകലാശാലയ്ക്ക് അവർ തീ കൊടുക്കുകയും ഉണ്ടായി. ഏകദേശം 3 മാസത്തോളം ആ സർവകലാശാല കത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അത്രത്തോളം പുസ്തകങ്ങൾ അന്നവിടെ കത്തി നശിക്കുകയുണ്ടായി. ആര്യഭട്ടനെ പോലെയുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അന്ന് നളന്ദയിൽ പഠിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന മറ്റ് സർവകലാശാലകളായിട്ടുള്ള വിക്രമശില, ഒദാന്തപുരി എന്നിവയെല്ലാം തന്നെ ബക്തിയാർ ഖിൽജി ആക്രമിക്കുകയും നശിപ്പിക്കുകയും ഉണ്ടായി.
ഇത്തരത്തിലുണ്ടായ ആക്രമണങ്ങളിൽ ഒരുപാട് പണ്ഡിതരും വിദ്യാർത്ഥികളും കൊല ചെയ്യപ്പെടുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു ഈ പറഞ്ഞ സർവകലാശാലകളെല്ലാം തന്നെ. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും പിന്നീടും ഗുരുകുല സമ്പ്രദായം ഭാരതത്തിൽ നിലനിന്നു എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. പിന്നീടും ഭാരതത്തിൽ അധിനിവേശം തുടർക്കഥയാവുകയായിരുന്നു. വൈദേശിക അധിനിവേശങ്ങൾ, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് പോലുള്ള ശക്തികൾ ഭാരതത്തിൽ അവരുടേതായിട്ടുള്ള നിലനിൽപ്പ് ഉറപ്പുവരുത്തി. ഇവർ തമ്മിലുള്ള മത്സരങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ബ്രിട്ടൻ ഭാരതത്തെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി. ഈ ഒരു കാലഘട്ടത്തിലാണ് ഗുരുകുല സമ്പ്രദായത്തിന്റെ നാശം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കണ്ണ് ഭാരതത്തിന്റെ സമ്പത്തിലായിരുന്നു. ഭാരതത്തിൽ ഉണ്ടായിരുന്ന അളവറ്റ സമ്പത്തെല്ലാം തന്നെ അവർ നല്ല രീതിയിൽ കൊള്ളയടിച്ചു. 1835 ഫെബ്രുവരി 2 ബ്രിട്ടീഷ് ചരിത്രകാരനും രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള തോമസ് ബാബിംഗ്ടൺ മെക്കാളെ മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് ഭാരതത്തിൽ അന്ന് നിലനിന്നിരുന്ന ഗുരുകുലങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം നിരോധിക്കുകയായിരുന്നു. അതുമാത്രമല്ല, അത്തരത്തിലുള്ള ഗുരുകുലങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് നൽകിയിരുന്ന ധനസഹായം എല്ലാം തന്നെ അവർ നിർത്തിവെച്ചു. വെസ്റ്റേൺ വിദ്യാഭ്യാസ രീതികൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമായി ധനസഹായം. മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുവാനും അതിന് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള നടപടികളും ബ്രിട്ടീഷ് ഭരണകൂടം കൈക്കൊണ്ടു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വിധേയമായിട്ട് നിൽക്കുന്ന, തങ്ങളുടെ സംസ്കാരത്തെക്കാൾ അവരുടെ സംസ്കാരത്തിന് പ്രാധാന്യം നൽകുന്ന, അവയെ ആരാധനയോടെ കാണുന്ന ഒരു പുതിയ ഇന്ത്യൻ തലമുറയെ വാർത്തെടുക്കുക എന്നതായിരുന്നു മെക്കാളയുടെ ഉദ്ദേശം എന്ന് പറയുന്നു. ഭാരതത്തിൽ നിലനിന്നിരുന്ന പ്രധാന ഭാഷകളായിട്ടുള്ള സംസ്കൃതം, പേർഷ്യൻ എന്നീ ഭാഷകൾക്ക് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. മെക്കാളെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വേണ്ടത് ആരെയാണ്? എ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഇൻ ഒപ്പീനിയൻസ്, ഇൻ മോറൽസ് ആൻഡ് ഇൻ ഇന്റലക്ട്. സ്വാതന്ത്ര്യാനന്തരം 1947 ശേഷം ഇന്ന് നമ്മുടെ ഭാരതത്തിന് ഒരു ഭരണഘടനയുണ്ട്. ഇവിടെ ഏതൊരാൾക്കും ഏതൊരു മതവും പഠിക്കാനും അത് പിന്തുടരുവാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും ഗുരുകുല സമ്പ്രദായത്തിനെ അതിന്റെ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഒന്നും തന്നെ പിന്നീട് വന്ന ഒരു സർക്കാരുകളും കൈക്കൊണ്ടില്ല. മാത്രമല്ല, ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച ആ വെസ്റ്റേൺ വിദ്യാഭ്യാസ രീതി തന്നെയാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിഷമിപ്പിക്കുന്ന വസ്തുത. ബ്രിട്ടീഷുകാരുടെ നയം വ്യക്തമായിരുന്നു. ഭാരതത്തിനെ കാലാകാലം അടിമത്വത്തിൽ നിലനിർത്തണമെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന തനതായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയെ, സംസ്കാരത്തെ ആഴത്തിൽ പിഴുതെറിയുക എന്നത് തന്നെയായിരുന്നു. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ രീതി അടിച്ചേൽപ്പിച്ച മദ്രാസ്, ബോംബെ, അതുപോലെ തന്നെ കൽക്കത്ത പോലുള്ള സർവകലാശാലകൾ ഇന്നും പ്രൗഢിയോടെ ഭാരതത്തിൽ നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷമായിട്ടും ഭാരതത്തിന്റെ തന്നെ ഏറ്റവും തനതായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയായിട്ടുള്ള ഗുരുകുലങ്ങളാവട്ടെ ഇന്നും നാശത്തിന്റെ വക്കിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തോമസ് മെക്കാളെ തന്റെ അച്ഛന് എഴുതിയ ഒരു കത്തുണ്ട്. പ്രസിദ്ധമായ കത്തിലെ ഒരു ഭാഗം ഞാനിവിടെ വായിക്കാം. These convent schools will bring out children who look like Indians but are English by brain, and they don't know anything about their country. They won't know anything about their culture. They won't have any idea about their traditions. They will not know their idioms. When such children are there in this country, even if the British go away, English will not leave this country. കോൺവെന്റ് സ്കൂളുകൾ പുതിയൊരു ഇന്ത്യൻ തലമുറയെ സൃഷ്ടിക്കും. ഭാരതീയരെ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന, ബ്രിട്ടീഷുകാരെ പോലെ ചിന്തിക്കുന്ന, തങ്ങളുടെ രാജ്യത്തെക്കുറിച്ചോ അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ അറിവില്ലാത്ത ഒരു പുതിയ തലമുറ. നാളെ ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടു പോയാലും ഇംഗ്ലീഷ് ഇവിടെ വിട്ടു പോവില്ല. ഇന്നും തങ്ങളുടെ മാതൃഭാഷയേക്കാൾ ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകുന്ന, അത് അറിയുന്നതും അത് പറയുന്നതും അഭിമാനമായി കണക്കാക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്നും ഭാരതത്തിലെ യുവജനതയിലെ ഭൂരിപക്ഷവും വെസ്റ്റേൺ സംസ്കാരത്തെ ആരാധനയോടെ കാണുന്നു. അത് പിന്തുടരുന്നത് അഭിമാനമായിട്ട് കണക്കാക്കുന്നു. കോൺവെന്റ് സ്കൂളുകളിൽ അഭിമാനത്തോടെ തങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളെ ഇന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാനാവും. മെക്കാളെ വിജയിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടുപോയി. എന്നാൽ ഇംഗ്ലീഷ് ഇന്നും നമ്മുടെ സിരകളിൽ നിലനിൽക്കുന്നു. മാനസികമായി ഇന്നും അടിമത്തത്തിൽ കഴിയുന്ന നമ്മുടെ യുവതലമുറ നമ്മുടെ പ്രാചീനമായ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലേക്ക് സ്വാഭിമാനത്തോടെ തിരിച്ചു വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.